ഹലോ സർ. എടോ ഇന്നസെന്റ്, ദേവ് സാർ കൾച്ചറൽ എക്സ്ചേഞ്ച് ടൂർണമെന്റിൽ ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞതായി പറഞ്ഞ് ആ പെണ്ണിനെ ഡൽഹിയിലേക്ക് അയക്ക്. മനസ്സിലായോ? ഓക്കെ ഓക്കെ സർ. സാറ് പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കൂ. വേറെ ലിസ്റ്റിലിടാം സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. മുക്കൂത്തിക്ക് അവൻ വല വീശാൻ തുടങ്ങിയല്ലോ. മതിയേ മോളെ, മതിയേ. എടീക്ക് വന്നേ, വീണ്ടും നിന്നെ അസോസിയേഷൻ വിളിച്ചിരിക്കുക. നീ ഡൽഹി പോണം. അതേടാ പിള്ളേരെ, ഡൽഹി തന്നെ പോന്നേ. കൾച്ചറൽ എക്സ്ചേഞ്ച് മാച്ചില്ലേ, അതിൽ പങ്കെടുപ്പിക്കും. സൂപ്പറാ. എന്താ വിശ്വാസം വരുന്നില്ലേ? ആ നാഷണൽ കോച്ച് ദേവ് ഖത്രിയില്ലേ, അയാളാ നിന്നെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. എടാ പിള്ളേരെ, നമ്മുടെ മതി ഡൽഹി പോവാടാ. അവിടെ പോയി കാണിച്ചു കൊടുക്കണം നമ്മൾ ആരാണെന്ന്. നീയല്ലേ പ്രഭുവിന്റെ സ്റ്റുഡന്റ്? നിനക്ക് ഈ ഇന്റർനാഷണൽ ലെവൽ ബോക്സിംഗ് എങ്ങനെയാണെന്ന് അറിയണമെന്നില്ലേ? നറ്റാലിയ റഷ്യൻ ബോക്സർ ഫൈറ്റ് ചെയ്യുന്നോ? സാറേ, അവർ ഹയർ വെയിറ്റ് കാറ്റഗറി, മതി ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം എങ്ങനെയാ സാറേ? നിങ്ങൾ 1980 ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡൽ വിൻ ചെയ്തിട്ടുണ്ടോ? 1990 അർജുന അവാർഡ് കിട്ടിയിട്ടുണ്ടോ? 1996 ദ്രോണാചാര്യ അവാർഡ് കിട്ടിയിരുന്നോ? അല്ല, നാഷണൽ ഹെഡ് കോച്ച് നിങ്ങളാണോ ഞാനാണെന്നൊരു കൺഫ്യൂഷൻ. നിന്നേക്കാൾ ഹെയർ വെയിറ്റ് കാറ്റഗറിയാ. ഫൈറ്റ് ചെയ്യുന്നോ ഇല്ലയോ? ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഗുഡ്. ഇതാണ് വേണ്ടത്. തയ്യാറായിക്കോ. എന്തായാലും നീ തോക്കുന്നുറപ്പാ. ജയിക്കാൻ ഒരു ചാൻസും ഇല്ല. ചുമ്മാ പോയി ഇടികൊണ്ടിട്ട് വാ. Blue corner Madi, red corner Natalia. Come on, മതി. Winning man knockout. That is മതി, എഴുന്നേക്ക്. മതി. വാ. റാസ്കൽ. മതി മതി, ദേവ് സാർ നിന്നെ വിളിക്കുന്നു. വാ. അകത്തു വാ. Come, sit. വേദനയുണ്ടോ? ക്ലോസ് ദ ഡോർ. ഈ മാച്ചിൽ തോറ്റ കാര്യം ഓർത്ത് നീ വിഷമിക്കണ്ട. യു ആർ ടാലന്റഡ്. ശ്രമിക്കാം സാർ. അത് സാരമില്ല, കേട്ടേക്ക്. ഇന്നും ഞാൻ തന്നെയാണ് നിനക്ക് ചാൻസ് തന്നത്. അടുത്ത തവണ മെയിൻ റോയിൽ തന്നെ ആക്കാം ഞാൻ. ഇനി വാ. നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. നീ എന്താ പതിവ്രത ചമയുവാണോ? മതി, നിന്നോട് പ്രഭു സാറും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. മിണ്ടിപ്പോരുത്. മാസ്റ്റർ ഇങ്ങനൊന്നും പെരുമാറിയിട്ടില്ല. ആ, അതുകൊണ്ടാണ് നിന്നെ വെളിയിലാക്കിയത്. വെറും ടാലന്റ് കൊണ്ടൊന്നും അല്ല നിന്നെ കൊണ്ടുപോയത്. നിന്റെ ചേച്ചിയോട് വേണേ ചോദിച്ചു നോക്ക്.